وحده الصلاة والسلام على من لا نبي بعده. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ റമളാനിലെ ശ്രേഷ്ഠമായ അവസാന 10 ദിനരാത്രങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഇബാദത്താണ് ഇഅ്തികാഫ് എന്നുള്ളത്. അഥവാ മസ്ജിദിനുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിൽ അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിസ്കാരവും അതുപോലെ ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും ദുആയിലുമായി കൊണ്ട് മുഴുകി തങ്ങുക എന്നുള്ളത്. ഒന്നുകിൽ 10 ദിവസം മുഴുവനും, അല്ലെങ്കിൽ സാധിക്കുന്ന ആളുകൾ രാത്രികളിലായിട്ടും, അല്ലെങ്കിൽ എത്രയാണോ സാധിക്കുക ആ രീതിയിൽ. അപ്പൊ എന്താണ് ഈ ഇഅ്തികാഫ് കൊണ്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾ എന്താണ് അതുകൊണ്ട് ഞാൻ നേടേണ്ടത് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഇഅ്തികാഫ് കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഒന്നാമത്തേത്, റമളാനിലെ അവസാനത്തെ ഈ 10 ദിനങ്ങളിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഒരു ലക്ഷ്യം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ 1000 മാസങ്ങളിലേക്കാൾ ശ്രേഷ്ഠമുള്ള, അല്ലെങ്കിൽ 1000 മാസം പോലെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം, ഒരു രാത്രി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫദ്ൽ നേടിയെടുക്കാൻ. രണ്ടാമത്തേത് അൽ ഉൻസു ബില്ലാ, അള്ളാഹുമായിട്ടുള്ള അടുപ്പം നേടിയെടുക്കാൻ. കാരണം മറ്റുള്ള ചിന്തകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്തുകളുമായി കൊണ്ട് അള്ളാഹുമായിട്ടൊരു അടുത്ത ബന്ധം നേടിയെടുക്കാൻ. മൂന്നാമത്തേത് ഇസ്ലാഹുൽ ഖൽബാണ്, കൽബിനെ ശുദ്ധീകരിക്കാനാണ്. കാരണം കൽബിനെ തെറ്റിച്ച് കളയുന്ന പല കാര്യങ്ങളിൽ നിന്നും ഒഴിവായി സുരക്ഷിതനായി മസ്ജിദിൽ ഇരിക്കുമ്പോൾ ആ കൽബിനെ നന്നാക്കാനുള്ള ഒരു അവസരമാണ്. കൽബ് നന്നാവുക എന്ന് പറഞ്ഞാൽ അത് മുഖേന ശരീരം മുഴുവൻ നന്നാകുന്നതാണ്. നാലാമത്തേത് സുഹദിനുള്ള ഒരു പരിശീലനമാണ്, അഥവാ ഭൗതിക വിരക്തിക്കുള്ള ഒരു പരിശീലനം. കാരണം അനുവദനീയമായിട്ടുള്ള, മുബാഹായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇഅ്തികാഫിലായിരിക്കുമ്പോൾ അത് ഒഴിവാക്കുകയാണ്. ഹറാമായതുകൊണ്ടല്ല, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ അത് കുറഞ്ഞ രീതിയിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കുന്ന ഒരു സമയമാണ് ഇഅ്തികാഫിന്റെ ദിവസങ്ങൾ എന്നുള്ളത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഇഅ്തികാഫ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനനുയോജ്യമായ രീതിയിലായിരിക്കണം ഇഅ്തികാഫിൽ നമ്മുടെ കർമ്മങ്ങളും സംസാരങ്ങളും എല്ലാം. അനാവശ്യ സംസാരങ്ങളിൽ മുഴുകി, അല്ലെങ്കിൽ അനാവശ്യമായി മൊബൈലിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഉപയോഗിച്ച് നമ്മുടെ സമയം കളയുന്ന ഒരവസ്ഥ പ്രത്യേകിച്ചും ഇഅ്തികാഫിൽ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ സമയം ഖുർആൻ പാരായണത്തിലും അതുപോലെ ഐച്ഛികമായിട്ടുള്ള നിസ്കാരത്തിലും അതുപോലെയുള്ള ദിക്റുകളിലും ദുആയിലുമായിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇഅ്തികാഫിന്റെ ഈ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.